ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഡെയിലി ഷോർട്സ് ഇടണം, ലോങ് വീഡിയോസ് ഇടണം എന്നൊക്കെ എപ്പോൾ വിചാരിക്കും. പക്ഷേ ഈ കുട്ടികളെ പുറകെയുള്ള നെട്ടോട്ടത്തിനൊടുവിൽ ഒന്നും നടക്കാറില്ല. അപ്പോൾ ഇനി മുതൽ എല്ലാ ദിവസവും വീഡിയോസും ഷോർട്സും ഒക്കെ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് കൂടി ഉണ്ടാവണേ. ഡെലിവറിക്ക് ശേഷം ഇരട്ടക്കുട്ടികളായതുകൊണ്ട് തന്നെ രണ്ടാൾക്കും ആവശ്യത്തിനുണ്ടായ പാലുണ്ടായിരുന്നോ, ടിൻ പൗഡർ കൊടുത്തിരുന്നോ, അതുപോലെ എത്ര നാൾ ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ടായിരുന്നു, ഉറക്കമൊക്കെ എങ്ങനെയായിരുന്നു, ഡിപ്രഷൻ ഉണ്ടായിരുന്നോ, അങ്ങനെ പല ചോദ്യങ്ങളും പലരും എന്നോട് വാട്സപ്പ് വഴി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എല്ലാം ഉൾപ്പെടുത്തി എൻ്റെ അനുഭവത്തിൽ നിന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എനിക്ക് ഇരട്ടക്കുട്ടികളാണെന്നും അതിലൊരാൾ നോർമൽ ഡെലിവറി മറ്റേയാൾ സിസേറിയൻ ആണെന്നും രണ്ടാളും തമ്മിൽ 3/4 മണിക്കൂർ വ്യത്യാസത്തിലാണ് പ്രസവിച്ചതെന്നൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് തീരെ പാലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണോ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ മക്കളെ ക്യാരി ചെയ്യുന്ന സമയത്ത് ഒരു 8-9 മാസമായപ്പോൾ എനിക്കിങ്ങനെ പാല് വരുമായിരുന്നു. ഞാൻ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ കിടക്കുമ്പോൾ എൻ്റെ മാക്സിയിലും ബെഡ്ഷീറ്റിലൊക്കെ ഇങ്ങനെ പാലൊഴുകുമായിരുന്നു. പക്ഷേ പ്രസവശേഷം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് ജനിച്ചപ്പോൾ തന്നെ ടിൻ പൗഡർ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലാക്ടോജൻ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഈ പാലട എന്ന് പറഞ്ഞൊരു സാധനത്തിൽ ആശുപത്രിയിൽ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ടായി. പക്ഷേ അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ തട്ടുകയും വായിലൊക്കെ മുറിയാനും തുടങ്ങി. അങ്ങനെ അത് മാറ്റി നിപ്പിളിൽ കൊടുക്കാൻ തുടങ്ങി. നിപ്പിളിൽ കൊടുത്തു തുടങ്ങിയ പിന്നെ ഒട്ടും പാല് വലിച്ചു കുടിക്കാതെയായി. അങ്ങനെ ഒരു 9 മാസം ആകുമ്പോഴത്തേക്ക് ബ്രസ്റ്റ് ഫീഡിങ് പൂർണ്ണമായും നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ ലാക്ടോജൻ എന്ന് പറയുന്നത് ഒരു 2-3 മാസം വരെ കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഇരട്ട കുട്ടികളുള്ള ഒരാളിൽ ഛർദ്ദിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ നാൻപ്രോ ഉപയോഗിച്ചു. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ ടിൻ പൗഡർ കൊടുത്താൽ മക്കൾക്കൊക്കെ വേഗം വെയിറ്റ് ഗെയിൻ ഉണ്ടാവും എന്ന് പറയുന്നത് കേൾക്കാം. പക്ഷേ ഇവർക്കൊരു 4-5 മാസം ആകുമ്പം തന്നെ റാഗി വളരെ നേർപ്പിച്ച് പാല് പോലെ ആക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടിൻ പൗഡറിൻ്റെ ഉപയോഗം കുറച്ചിരുന്നു. അതുകൊണ്ടാണെന്നറിയില്ല, വെയിറ്റ് ഗെയിൻ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഡിപ്രഷൻ അതും ഉണ്ടായിനി. ഒന്നിനൊരു കുറവ് വരുത്തണ്ടല്ലോ. ഡിപ്രഷൻ പലർക്കും പല രീതിയിലുണ്ടാവുക. ചിലർ ഭയങ്കര സങ്കടമായിരിക്കും, ചിലർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, മക്കളെയൊക്കെ ഇങ്ങനെ വല്ലാതെ ഉപദ്രവിക്കും. അങ്ങനെ പലതരത്തിലും കേട്ടിട്ടുണ്ട്. എനിക്ക് പേടിയായിരുന്നു. കണ്ണടച്ചാൽ എനിക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെ കൺമുന്നിലുണ്ടാവുക. ബന്ധുക്കളായാലും കൺമുന്നിൽ ഇങ്ങനെ കാണുക, പെട്ടെന്ന് ഉറക്കം ഞെട്ടിയാൽ പിന്നെ ഉറങ്ങാൻ പറ്റാണ്ടിരിക്കുക, ഒരു ശ്വാസം മുട്ടുന്ന പോലെ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഡിപ്രഷൻ എങ്ങനെ ഓവർകം ചെയ്യാന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ ഭർത്താവിൻ്റെയും ചുറ്റുമുള്ളവരെയും സപ്പോർട്ട് അതുള്ളത് കൊണ്ടും, പിന്നെ നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജിലായതുകൊണ്ട് മാനസികാരോഗ്യ വിഭാഗത്തിൽ അപ്പം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കൗൺസിൽ കിട്ടിയതുകൊണ്ടും എനിക്ക് വേഗം മുളയിലേ നുള്ളിക്കളയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഉറക്കം സാധാരണ പറയുന്നതൊക്കെ പകൽ ജനിച്ച കുട്ടിയൊക്കെ രാത്രി ഉറക്കം ഉണ്ടാവില്ല, അത് ക്രമേണ ശരിയാവുന്നു. ഇതന്നും ഉറക്കില്ല, ഈ 1.5 കൊല്ലത്തിനപ്പുറം ഇന്നും ഉറക്കില്ല. ചെറുപ്പത്തിൽ കുഞ്ഞ് സന്ധ്യാസമയത്ത് ഒരു 6 മണിക്ക് കരച്ചിൽ തുടങ്ങും. കരച്ചിലെന്ന് പറഞ്ഞാൽ എങ്ങനെ എടുത്താലും കൂട്ടാക്കൂല, കളിപ്പിച്ചാലും ഒന്നും കുഞ്ഞ് കരച്ചിൽ നിർത്തൂല. വയറുവേദന എടുത്തിട്ടാണോ, കാലുവേദന എടുത്തിട്ടാണോ, കൈവേദന എടുത്തിട്ടാണോ, ചെവി വേദന എടുത്തിട്ടാണോ ഒന്നും അറിയില്ല. കുഞ്ഞിക്ക് പറയാനറിയില്ലല്ലോ. അങ്ങനെ കാണിക്കാത്ത ആശുപത്രിയില്ല. ഇംഗ്ലീഷ് കാണിച്ചു, ഹോമിയോ കാണിച്ചു, ആയുർവേദം കാണിച്ചു. ഒരു പ്രായമാകുമ്പോൾ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ 6 മണിക്ക് തുടങ്ങിയ കരച്ചിൽ നിർത്താൻ ഒരു 10 മണിയാവും. 10 മണിയായ പിന്നെ മറ്റേയാളുടെ ടൈമാ, അയാൾ കരയാൻ തുടങ്ങും. ഓൻ്റെ കരച്ചിലും കഴിഞ്ഞ് ഒരാളെ ഉറക്കുമ്പോഴേക്കും 12:30. മറ്റേയാൾ ഉറങ്ങണമെങ്കിലോ 2 മണിയാവണം. 2 മണി വരെ സോഫയിലിരുന്ന് ആട്ടണം. വല്ലാത്തൊരവസ്ഥ തന്നെ. വേഗം ഉറങ്ങാൻ വേണ്ടിയിട്ട് ക്ലോക്കിൽ 2 മണി തിരിച്ചു വെച്ച ചരിത്രം വരെ എനിക്കുണ്ട്. പിന്നെ ആവശ്യത്തിന് റെസ്റ്റ്. ഇരട്ട കുട്ടികളായതുകൊണ്ട് തന്നെ അത് നമ്മൾ ഡിക്ഷണറിയിലേ ഇല്ല. രാത്രി ഉറക്കില്ല, പകലും ഉറക്കില്ല, 24 മണിക്കൂറും ഇവരെ എടുത്തുകൊണ്ട് നിൽക്കുക. അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ ഒട്ടും തന്നെ സമയം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് നടുവേദനയും കാലുവേദനയും എല്ലാം ഇപ്പം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇപ്പം കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാലോ, കല്ലും മണ്ണും പൂവും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിയണം. അങ്ങോട്ടും ഇങ്ങോട്ടുമോ ഉന്തലും തള്ളലും മാന്തലും 24 മണിക്കൂറും നമ്മളെ കണ്ണ് അവരെ മേലെ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ എൻ്റെ ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും മറുപടി നൽകുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.